നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 7 വെള്ളിയാഴ്ചയാണ്. ഇന്ന് ശബ്ദം തീരെയില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ ആ ഡെയിലി അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വന്നിരിക്കുന്നത്. ഇന്നലെ വിപണികൾ ഒരിക്കൽ കൂടി ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത്. ഇന്നലെ ഇൻട്രാഡേയിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ച ഇന്ത്യൻ വിപണി പിന്നീട് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി F&O സെഗ്മെൻറ്റിൽ നിന്നുള്ള ഒരു ന്യൂസ് പറയാനുള്ളത്, F&O ട്രേഡിങ്ങിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ധനകാര്യമന്ത്രി തള്ളിക്കളഞ്ഞു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയില്ല, മറിച്ച് തടസ്സങ്ങൾ നീക്കം ചെയ്യുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഇത് ബ്രോക്കേജ് ഫേംസിനെ സംബന്ധിച്ചും കൂടാതെ BSEയൊക്കെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ഇന്നലെ SBIനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത ഇന്നലെ ഉണ്ടായത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ $100 ബില്യൺ വിപണി മൂല്യമുള്ള ക്ലബിൽ പ്രവേശിച്ചു കഴിഞ്ഞു. 8.86 ലക്ഷം കോടി രൂപയായി ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ 6ാമത്തെ കമ്പനിയായി SBI മാറി. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 10 ബാങ്കുകളിൽ ഒന്നാകുക എന്നതാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, 1ാം പാദത്തിലെ ദുർബലമായ ഡെലിവറികൾ കാരണം ഓല ഇലക്ട്രിക് 2026 സാമ്പത്തിക വർഷത്തിലെ വരുമാന പ്രതീക്ഷ 4200 മുതൽ 4700 കോടിയിൽ നിന്ന് 3000 മുതൽ 3200 കോടി രൂപയായി കുറച്ചു. ഇനി കമ്പനിയുടെ റിസൾട്ടിലേക്ക് വന്നാൽ വരുമാനം ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 690 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 43% ഇടിവാണ് വരുമാനത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. അറ്റ നഷ്ടത്തിൽ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 418 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 495 കോടി രൂപയായിരുന്നു നഷ്ടമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഒരു മോശം റിസൾട്ട് ആയതുകൊണ്ടും കൂടാതെ വരുമാന പ്രതീക്ഷകൾ കുറച്ചതും കാരണം സ്റ്റോക്ക് ഇന്നലെ ഏകദേശം 5% ഇടിഞ്ഞത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ US മാർക്കറ്റിൽ ഇന്നലെ ശക്തമായിട്ടുള്ള ഒരു ഇടിവാണ് കണ്ടത്. എൻവിദിയ, അഡ്വാൻസ്ഡ് മൈക്രോ സിസ്റ്റംസ്, ടെസ്ല, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ എല്ലാം ഇടിഞ്ഞു. ഇന്നലെ US നിന്നും പുറത്തു വന്നൊരു ഡാറ്റ ഒക്ടോബറിലെ തൊഴിൽ ഡാറ്റയായിരുന്നു. 20 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പിരിച്ചുവിടലാണ് ഡാറ്റയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് തന്നെയാണ് US വിപണി ഇടിയാനും കാരണമായത്. ഇന്നലെ US വിപണികളിൽ വലിയ ഇടിവ് കണ്ടതോടെ യൂറോപ്യൻ വിപണികളും ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.37% ഇടിവിൽ, കൂടാതെ കോസ്പി മാർക്കറ്റ് 0.67% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,520 എന്ന നിലയിൽ 70 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 90 മുതൽ 100 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്നലത്തെ നില വെച്ച് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസുകളിൽ ഇന്നലെ ചെറിയൊരു ഉണർവ് മാത്രമാണ് കണ്ടത്, 0.2% ഉയർന്നു. എന്നിരുന്നാലും $4,000 താഴെയായിട്ടാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ് കോയിനിലേക്ക് വന്നാൽ $1,02,000 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇന്നലെ 0.22% ഇടിഞ്ഞു. WTI 0.29% ഇടിവുമാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇന്ന് വളരെ അധികം ബുദ്ധിമുട്ടുള്ളത് കാരണം ഇനി നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു അനാലിസിസ് കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, വെറും 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ നല്ലൊരു അവസരമുണ്ട്. 55% ഡിസ്കൗണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ട് മുകളിൽ ഇതേ വാട്സാപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,510 88 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ്. ഒക്ടോബർ അവസാനത്തോടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയത് നമ്മൾ പറഞ്ഞതാണ്. അവിടെ നിന്നും ഒരു വിൽപ്പന സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളും പറഞ്ഞതാണ്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫോൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ സൂചന നൽകിയതാണ്. അത്തരത്തിൽ നിഫ്റ്റി ഇന്നലെയും ഇടിയുകയുണ്ടായി. 25,500 താഴെയായിട്ട് ക്ലോസിംഗ് വെച്ചിരിക്കുന്നു. ഇനി ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലായി വരാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ്. അവിടെ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ കൂടുതൽ ഒരു സെല്ലിംഗ് അവിടെ നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡൗൺ സൈഡിലുള്ള ലെവലുകൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് വീക്കാണെന്ന് കാണിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചത്, 20-day EMIക്ക് താഴെയായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നു.
കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിന് മുന്നേയായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് സെപ്റ്റംബർ മാസത്തെ ഹൈ ആണ്. അത് ഏകദേശം 25,450 ലെവലിലൊക്കെയാണ് വരുന്നത്. അതിനുശേഷം 50-ഡേ EMA കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,500 സ്ട്രൈക്കിൽ 122% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 273% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,450 സ്ട്രൈക്കിൽ 201% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 411% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്ത 25,550 സ്ട്രൈക്കിൽ 227% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 790% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 57,554-ൽ 273 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒക്ടോബർ 24-ാം തീയതിയിലെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും ഒരു വിൽപ്പന സമ്മർദ്ദം നിഫ്റ്റിയിലുള്ളിടത്തോളം കാലം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു സെല്ലിംഗ് പ്രഷർ കാണാവുന്നതാണ്. ഡൗൺ സൈഡിൽ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലാണ്. 57,480 ഈ ലെവലായിട്ട് വരുന്നത്. കൂടാതെ 20-ഡേ EMA വരുന്നത് ഏകദേശം 57,400 ലെവലിലുമാണ്. ഇപ്പോൾ ഇതിന് മുകളിലായിട്ടാണ് ക്ലോസിംഗ് വെച്ചിട്ടുള്ളതെങ്കിലും വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 57,500-ഉമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.